ഇതിനകത്ത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിനെ തകർത്ത് അവന്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരുത്തനുണ്ട്. അവനെയാണ് പിടിക്കേണ്ടത്. അവനെ എന്ന് പറഞ്ഞാൽ റാം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ് അയാള്. അയാളെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിന്റെ ശാപമാണെന്നേ. ദളിതരെ കാണുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര അയിത്തം? എന്താണ് ഇത്ര അയിത്തത്തിന് കാരണം? എന്താണ്? ഇവന്റെയൊക്കെ തൊലി വെളുത്തിരിക്കുന്നത് കൊണ്ടാണോ? എനിക്കറിയാൻ പാടാതെ ചോദിക്കുന്നതാണ്. ഇന്ന് അതിനകത്തിരുന്ന് ഒരു ബസ് തടയുന്ന സമയത്ത് ആ ബസ്സിൽ നിന്ന് ഒരു കാരണവര് ഞങ്ങൾ സംഘടിച്ചാൽ നീയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ കാരണവരൊക്കെ ഇവിടെ ഹർത്താൽ നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ദളിതരുടെ നേരെ കൈ ചൂണ്ടി സംസാരിച്ച ആ കാരണവര് തന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഹർത്താൽ നടത്തുകയും റോഡ് തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് വാലുള്ള ആളുകൾ അതിന്റെ താഴെ വന്ന് പറയാൻ പോകുന്ന പച്ചത്തെറിയെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. എങ്കിലും പറയുകയാണ്, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ദളിതനെന്നോ അല്ലെങ്കിൽ സവർണനെന്നോ അല്ലെങ്കിൽ ഞാൻ മേൽജാതിയിൽപ്പെട്ട ആളാണെന്നോ നീ കീഴ്ജാതിയിൽപ്പെട്ട ആളാണെന്നോ ഇനി പറയാൻ അനുവദിച്ചുകൂടുന്നേ. നമസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഇന്നൊരു ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആക്ഷൻ കൗൺസിലും വിവിധ ദളിത് സംഘടനകളും ചേർന്നാണ്. രാവിലെ മുതൽ അക്രമ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ ഹർത്താലുകൾക്കുള്ള പോലെ തന്നെ ജനങ്ങളും പോലീസും കുറച്ച് ഹാർഷായിട്ടാണ് സമരക്കാരോട് പെരുമാറുന്നത്. ഇതിൽ സമരക്കാര് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ഹർത്താൽ. എല്ലാ പാർട്ടികളും CPM-ഉം കോൺഗ്രസും BJP അങ്ങനെ എല്ലാ പാർട്ടികളും പലപ്പോഴായിട്ട് ഹർത്താലുകൾ നടത്തുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഈ ചോദ്യം ജനങ്ങളോടാണ്. നിങ്ങൾ സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല? ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൂടെ, അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിച്ചുകൂടെ? കാരണം മലയാളികളുടെ ഒരു നേച്ചർ നമുക്കറിയാം. എന്ന് കേട്ടാൽ തന്നെ എല്ലാം പൂട്ടി വീട്ടിലിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഇത്തവണ ജനങ്ങളും സഹകരിക്കുന്നില്ല, പോലീസും സഹകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരിഭവം ഈ സംഘടനകളെല്ലാം പറയുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങളോട് മാറ്റി വെച്ചുകൂടെയെന്ന്. ഇന്നലെ മുതലുള്ള വാർത്തകളും സംഭവങ്ങളും എല്ലാം ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നതിൽ ഒരു ന്യായമില്ലേ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സവർണ വെറിയുടെ ഏറ്റവും നാറിയ ഒരു ഇതായിരുന്നു അഞ്ചരക്കണ്ടിയിൽ ഉണ്ടായത്. അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. കാരണം ലോൺ ആപ്പിൻ്റെ ഭീഷണി മൂലമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള മുടന്തൻ ന്യായീകരണമൊന്നുമായിട്ട് ആരും ഇവിടെ വരാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയെ ആ പ്രിൻസിപ്പളിൻ്റെ ഹോളിൽ വിളിച്ചിട്ട് 3-4 അധ്യാപകന്മാരെന്ന് പറയണ്ട, അധ്യാപകരെന്ന് പറയാൻ പറ്റില്ല. അധ്യാപകൻ എന്നുള്ള പദത്തിനൊക്കെ ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട്. മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ള ആ വൃത്തികെട്ടവന്മാർ അവരെ ആ ഒരു ഓഫീസ് റൂമിലേക്ക്, അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നവൻ്റെ റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് അവരെ എല്ലാവരുടെയും മുമ്പിലിട്ട് ഹരാസ് ചെയ്യുന്നു. ലോൺ ആപ്പിൽ നിന്ന് വിളിച്ചയാളുടെ ഫോൺ റെക്കോർഡിങ്സ് കേൾപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ച് ഒരു ഡെന്റൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് അവൻ്റെ സമനില തെറ്റിപ്പോകാനായിട്ട് അതിൽ കൂടുതലൊന്നും വേണ്ടെന്നേ. അവൻ എത്ര വയസ്സ് പ്രായമുണ്ട്? ഒരു 21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പാവം പിടിച്ച വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ വർണ്ണവെറിയുടെ അല്ലെങ്കിൽ ജാതി വെറിയുടെ ഏറ്റവും നീചമായ രീതിയിൽ അവനെ അപമാനിച്ച് അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട റാം എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ അല്ലെങ്കിൽ വർണ്ണവെറിമൂത്ത പ്രാന്തനെ, ഇവനെ പോലെയുള്ളവന്മാരോട് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൂടാതെ തന്നെ ഇന്ന് ഈ 52 ദളിത് സംഘടനകൾ നടത്തുന്ന ഈ ഒരു ഹർത്താലിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന എല്ലാവന്മാരോടുമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേടൻ്റെ ഒരു പാട്ട് മാത്രമാണ്. ഞാൻ പാണനല്ല പറയാനല്ല, നീ തമ്പുരാനുമല്ല, ഒരു ഉമ്മ അല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് വേറെ എന്താണ്? കേരളത്തിൽ ഇതിനു മുമ്പ് എത്ര ഹർത്താലുകൾ നടന്നിട്ടുണ്ട്? അന്ന് ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നൊക്കെ എന്നവരുടെ അവരുടെ വായിൽ എന്താ പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നോ? അന്ന് ഇവന്മാർ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലിനോട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭയം കൊണ്ടാണത് അന്ന് അവർ പ്രതികരിക്കാതിരുന്നത്. ഈ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗം നടത്തുന്ന, അതും ഒരു കുട്ടിയുടെ ആത്മഹത്യ, നമ്മൾ ഈ വിഷയത്തെ നിസ്സാരമായിട്ടൊരു ആത്മഹത്യയായിട്ട് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. ലോൺ ആപ്പിന്റെ കമ്പനിയെയും അതിന്റെ മുതലാളിമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തു, സമ്മതിക്കുന്നു, ഗവൺമെന്റ് അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിനെ തകർത്ത് അവന്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരുത്തനുണ്ട്. അവനെയാണ് പിടിക്കേണ്ടത്. അവനെ എന്ന് പറഞ്ഞാൽ റാം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ് അയാളെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിന്റെ ശാപമാണെന്നേ.
കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന നവോത്ഥാന നായകന്മാർ പടവെട്ടി നേടിയതാണ് ഈ ദളിതരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ആ അവകാശത്തിന് മേലെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, ദളിതരെ കാണുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര അയിത്തം? എന്താണ് ഇത്ര അയിത്തത്തിന് കാരണം? എന്താണ്? ഇവൻ്റെയൊക്കെ തൊലി വെളുത്തിരിക്കുന്നത് കൊണ്ടാണോ? എനിക്കറിയാൻ പാടാതെ ചോദിക്കുന്നതാണ്. കാരണം ഈ നമ്മളുടെ നാട്ടിൽ കോവിഡ് വന്നു, അതിനു മുമ്പ് പ്രളയം വന്നു. ഈ പ്രളയം വന്ന സമയത്ത് ഈ പറഞ്ഞ സവർണനോ അവർണനോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരുമിച്ച് ഒരു ഇലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ച നാടല്ലേ ഇത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് എടുക്കാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങൾക്കൊക്കെ എന്താ ഉഷാറ് ജനങ്ങളുടെ വിഷയത്തിൽ. ഇതിനു മുമ്പ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളില്ലേ, ആ ഹർത്താലുകളിൽ ഒന്നും കാണിക്കാത്ത ഒരു ആവേശം എന്തിനാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്? ഇന്ന് മാത്രമാണോ ജനങ്ങൾ ഹർത്താലുമായിട്ട് സഹകരിക്കാതെ നിന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു ഹർത്താൽ മാത്രമാണോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഹർത്താലുകളെ കുറിച്ച് എന്താണ് ഈ മാധ്യമങ്ങൾ പ്രതികരിക്കാതിരുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ട ഇതിനകത്ത്. 52 സംഘടനകളാണ്. ആ സംഘടനകളിൽ നിന്ന് ഞാനത് പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ചേരൻ സാംബവ സമാജം, KDF കേരള ദളിത് ഫെഡറേഷന്, സാംബവ സഭ, അഖില കേരള ഹിന്ദു ചേരമർ, കേരള ചേരവൻ സഭ, IDF, കേരള ദളിത് പാന്തേഴ്സ്, അങ്ങനെ ഏകദേശം 52ഓളം ദളിത് ആദിവാസി സംഘടനകൾ നടത്തുന്ന ഒരു ഹർത്താലിനോട് എന്തിനാണെന്ന് ഇത്ര പുച്ഛം? സത്യത്തിൽ ഇത്ര സംഘടനകൾ ഇതിന്റെ ഭാഗമാണെന്ന് പോലും ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അല്ല, ഒരു മാധ്യമങ്ങളും ഈ 52 സംഘടനകൾ ഏതാണ് എന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12 മണിക്കാണ്. ഏകദേശം ഒരു 2 മണിയോടുകൂടിയായിരിക്കും ഈ വീഡിയോ പുറത്തിറങ്ങുക. ഈ സമയം വരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഒരു ന്യൂസ് പോർട്ടലുകളിലും ഈ 52 സംഘടനകളെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഹർത്താലാണോ ഇന്ന് നടക്കുന്നത്? ഇന്ന് അതിനകത്തിരുന്ന് ഒരു ബസ് തടയുന്ന സമയത്ത് ആ ബസ്സിൽ നിന്ന് ഒരു കാർന്നവര് ഞങ്ങൾ സംഘടിച്ചാൽ നീയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ കാർന്നവരൊക്കെ ഇവിടെ ഹർത്താൽ നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ദളിതരുടെ നേരെ കൈ ചൂണ്ടി സംസാരിച്ച ആ കാർന്നവർ തന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഹർത്താൽ നടത്തുകയും റോഡ് തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ഹർത്താലിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിലുണ്ടാവും? വളരെ കുറച്ച് ആളുകളുണ്ടാവുമായിരിക്കും, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളുണ്ടാവും. അല്ലാതെ ഹർത്താലിൽ എല്ലാവരും പങ്കെടുക്കുകയും ഹർത്താലുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയമുണ്ടെന്നേ. മലയാളി പണ്ടേ വിസ്മരിച്ചു പോയ വർണ്ണവെറി, ജാതി വെറി, അതിപ്പോൾ കൂടുതലാണ്. സത്യത്തിൽ മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരു മൂടുപടം മാത്രമാണ്. തീർച്ചയായിട്ടും അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, BJP ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ BJP എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ഒരക്ഷരം മിണ്ടാതിരിക്കണമെങ്കിൽ അവരുടെ ഒരു സവർണ മേധാവിത്വം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ പറയട്ടെ, ഈ നമ്മുടെ പാടത്ത് പറമ്പിൽ ഒക്കെ പണിയെടുക്കുന്നവരാരാണ്? മലയാളിയെ ജീവിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ദളിതനും ആദിവാസിയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദളിതിന് പഠിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അവനെ ദളിതൻ എന്ന് പോലും വിളിക്കാൻ പാടില്ല. ഈ ജാതിയുടെ കോളം തന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിക്കേണ്ടത്. ഈ രോഹിത് വെമുല ആക്ട് പോലത്തെ സംഭവങ്ങൾ പ്രാവർത്തികമാകാത്ത ഭരണകൂടങ്ങളും ഇതിലൊരു പങ്കർഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർശനമായിട്ടുള്ള ശിക്ഷകൾ, അതായത് ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായ നിയമ നടപടികളാണ് ആവശ്യമായിട്ടുള്ളത്. ശക്തമായ നിയമ നടപടികൾ. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒരു അറസ്റ്റ് നടത്തി ഒരു 28 ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യമെടുത്ത് പുറത്തു വിലസുന്ന ആ ഒരു രീതി ഇവിടെ അവസാനിപ്പിക്കപ്പെടണം. ജാതി വെറിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, വർണ്ണത്തിൻ്റെ പേരിലോ ഒക്കെ ഒരു ഏത് വ്യക്തി ആയിക്കോട്ടെ അപമാനിതനാകേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ പറയുന്നത് ജീവപര്യന്തം തടവിന് വിടണം, ജാമ്യം പോലും കൊടുക്കരുത്. അങ്ങനെയുള്ള ശിക്ഷ നടപടിക്രമങ്ങൾ ഇവിടെ വന്നാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഞാൻ പറയട്ടെ, വേടൻ ഇവിടെ പാടിയപ്പോൾ വേടനെതിരെ എന്തെല്ലാം സംഭവങ്ങളാണ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പാടാനല്ല പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള സവർണ മേലാളന്മാർ ഏതൊക്കെ തരത്തിലാണ് വേടനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട്
വാലുള്ള ആളുകൾ അതിൻ്റെ താഴെ വന്ന് പറയാൻ പോകുന്ന പച്ചത്തെറിയെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. എങ്കിലും പറയുകയാണ്, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ദളിതനെന്നോ അല്ലെങ്കിൽ സവർണനെന്നോ അല്ലെങ്കിൽ ഞാൻ മേൽജാതിയിൽപ്പെട്ട ആളാണെന്നോ നീ കീഴ്ജാതിയിൽപ്പെട്ട ആളാണെന്നോ ഇനി പറയാൻ അനുവദിച്ചുകൂടുന്നേ. അത് അനുവദിച്ചുകൂടാ. പിന്നെ നമ്മൾ മലയാളികളാണ്, പ്രബുദ്ധരാണ് എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എൻ്റെ കളറ് വെളുത്തതാണ്, നിന്റെ കളറ് കറുപ്പാണ്, നിന്റെ നിറം ഇരുനിറമാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ സംഭവം നടന്ന് 2 ആഴ്ചയ്ക്ക് മേലെയായിട്ട് ഇപ്പോഴും ഡോക്ടർ റാം ഒളിവിലാണ്, അറസ്റ്റിലായിട്ടില്ല. അപ്പൊ അറിയാം എത്രത്തോളം പ്രിവിലേജ്. കേരള പോലീസ് വിചാരിച്ചാൽ ഒരു ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനാണോ ബുദ്ധിമുട്ടുള്ളത്? കേരള പോലീസിനെ കുറിച്ച് ഇവിടുത്തെ മലയാളികൾക്ക് അറിയാൻ പാടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിംഗ് സംവിധാനമുള്ള 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് മഹാരാഷ്ട്രയിലെ മുംബൈ പോലീസ്, രണ്ടാമത് കേരള പോലീസാണ്. എത്രയെത്ര മികച്ച ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിരിക്കുന്ന ഒരു പോലീസാണ് കേരള പോലീസ്. ആകെപ്പാടെ ഒരു ശ്രീലേഖ DGP ആയി പോയി, അല്ലെങ്കിൽ ഒരു സെൻകുമാർ DGP ആയി പോയി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് വളരെ മികച്ച പോലീസിംഗ് സംവിധാനമുള്ള ഒരു സേനയാണെന്ന് നമ്മുടേത്. ഇന്നൊരു പോലീസുകാരൻ കിടന്ന് കാണിക്കുന്ന അതിക്രമം കണ്ടു. പക്ഷേ ഇതിനെയൊക്കെ അയാളുടെയൊക്കെ ആ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിശോധിക്കും. കേരള പോലീസിനെ നമ്മൾ അഭിനന്ദിക്കുന്ന സമയത്തും ഇന്നൊരു അയാൾ എഴുത്തുകാരനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിഷുവിന് കണ്ടതാണ്, പിടിച്ചു പെട്ടെന്ന് വണ്ടി കിനി കേരടാകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു കയറ്റുന്ന സമയത്ത് ശക്തമായ നടപടിയാണ് വേണ്ടത്. ഒരു റോഡ് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഹർത്താൽ നടന്നിട്ടുള്ളത്. ആ ഹർത്താലിനോട് അയിത്തവുമായിട്ട് ജാതി വെറി പൂണ്ട സവർണ മേലാളന്മാർ ഇറങ്ങിത്തിരിച്ചാൽ അതിനെതിരെ കൈവിരൽ ചൂണ്ടേണ്ട മാധ്യമങ്ങൾ, പൊതുജനങ്ങൾക്ക് ഇവർ ശല്യമുണ്ടാക്കുന്നു എന്ന് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ്? അവരൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഈ സംസ്ഥാനത്ത് നടത്തുന്നത്? ഇതിനു മുമ്പ് കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തിയിട്ടുണ്ട്? അന്നും ഇവർ ഇതേ രീതിയിലല്ലോ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു ആവേശത്തിലല്ലോ. ബസ് തടയുന്നത് കാണിക്കുന്നുണ്ട്, ആരുടെയെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രതികരണം കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു ആവേശം ഇന്നത്തെ ഹർത്താലിലുണ്ടെന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക്. ഒരു മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീല്. തീർച്ചയായിട്ടും. കാരണം ദളിതന്മാർക്ക് എന്താ കേരളത്തിൽ ഹർത്താൽ നടത്തുന്നതിന് വൈത്തമുണ്ടോ? അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, കേരളത്തിൽ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരാം എന്നാരെങ്കിലും കരുതിയാൽ, അല്ലെങ്കിൽ ദളിതന്മാരെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം എന്നാരെങ്കിലും കരുതി കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാനായിട്ട് കേരളത്തിലെ പൊതുബോധമുള്ള സാമാന്യബോധമുള്ള ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ വർണ്ണവെറിയന്മാരും ജാതിവെറിയന്മാരും വർഗീയവാദികളും ഒക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിതിൻ രാജിന്റെ ആത്മഹത്യക്ക് കാരണക്കാരനായിട്ടുള്ള ഡോക്ടർ റാമിനെ അയാൾക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ദളിതന്മാർക്കൊപ്പം അവർ നടത്തുന്ന ഹർത്താലിന്, അവർ നടത്തുന്ന പോരാട്ടത്തിന് നമ്മളുടെ കേരളത്തിലെ പൊതുസമൂഹം പിന്തുണ നൽകുകയാണ് വേണ്ടത്. മറിച്ച് അവരെ മാറ്റി നിർത്തി ഒതുക്കിക്കളയാം എന്നൊന്നും ആരും കരുതരുത് എന്നുള്ളത് ഒരു അപേക്ഷ മാത്രമാണ്.